ഈ ഒരു വീഡിയോ എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതല്ല. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിങ്ങൾ പെടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഒന്നാമത്തത് UPSC സിവിൽ സർവീസ് എക്സാമിൻ്റെ 2025 എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതായത് പ്രിലിംസ്, മെയിൻസ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണം എന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. രണ്ടാമത്തത്, അതിനു വേണ്ടിയിട്ട് നല്ലൊരു എഫേർട്ട് വേണം. ആ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഡെയിലി 6 to 8 hours നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ട്രാറ്റജി അത് എന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വിശ്വസിച്ച് മറ്റൊന്നും ചിന്തിക്കാതെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്, നിങ്ങൾ കറേജിയസ് ആണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു സ്ട്രാറ്റജിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് അടുത്ത 400 ദിവസങ്ങൾ കൊണ്ട് 2025 സിവിൽ സർവീസ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. സോ UPSC സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം 3 സ്റ്റേജസിലാണ് നടത്തുന്നത്. പ്രിലിംസിൻ്റെ, മെയിൻസിൻ്റെ, പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ. ഈ 3 സ്റ്റേജസിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, പഠിച്ചതെല്ലാം ഓർമ്മിച്ച് വെക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, അത് UPSCയുടെ എക്സാം പാറ്റേൺ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ റെഗുലറായിട്ട് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമില്ല. പക്ഷെ ആൾക്കാർ നേരിടുന്ന പ്രശ്നം എന്താണ്? ഇത് ഡെയിലി പഠിക്കൽ ഭയങ്കര ബോറിംഗ് ആണ്, ഡെയിലി മുന്നോട്ട് പോകൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യമാണ്. അതായത് UPSC സിവിൽ സർവീസ് എക്സാമിന് നമ്മളൊരു 1 year ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത്, അത് റിവിഷൻ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഭയങ്കര ടയറിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ ഈ ബോറിംഗ് ആയിട്ടുള്ള ഈ ഒരു ടയറിംഗ് ആയിട്ടുള്ള പ്രോസസ്സിനെ ഒരു ബോറിംഗും ഇല്ലാതെ ഒരു ടയറിംഗും ഇല്ലാതെ നല്ല മോട്ടിവേഷനോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിട്ടുള്ളത്. സോ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഏകദേശം 400 ദിവസങ്ങളാണ് നിങ്ങളുടെ മുന്നിലായിട്ടുള്ളത്. ഈ 400 days കൊണ്ട് നമുക്ക് UPSCയുടെ മൊത്തം ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസ് പഠിക്കാനുണ്ട്, ഓപ്ഷണൽ പഠിക്കാനുണ്ട്, പ്ലസ് CSAT നോക്കാനുണ്ട്, അതുപോലെ തന്നെ മറ്റ് മാൻഡേറ്ററി പേപ്പേഴ്സും മറ്റും ഒക്കെ നോക്കാനുണ്ട്. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ 400 days 300 days എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് എടുത്തുകൊണ്ട് ആ 300 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, മൊത്തം കവർ ചെയ്യാം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നതായിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് നിങ്ങൾ അടുത്ത 300 days ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2025 എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടി പറയുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ മൊത്തം പഠിക്കാനുള്ള കണ്ടന്റിനെ ഒരു 300 days ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിനെ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ ഇന്നർ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും, ഡെയിലി നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുണ്ടാവും, ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഡെയിലി പഠിക്കേണ്ടത്? നിങ്ങൾക്ക് പഠിക്കാനുള്ള ജനറൽ സ്റ്റഡീസിൻ്റെ കുറച്ച് പോർഷൻസ്, സ്റ്റാറ്റിക്കിൻ്റെ കുറച്ച് പോർഷൻസ് ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫെയർസ് ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷണലും കുറച്ച് ഡെയിലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എത്ര പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് 300 days അല്ലെങ്കിൽ 400 days അവൈലബിൾ ആണ്. സോ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ, അതായത് മൊത്തം പഠിക്കാനുള്ള കണ്ടന്റിനെ 400 days ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയാവും. കറണ്ട് അഫെയർസ് ഡെയിലി ഉള്ള കറണ്ട് അഫെയർസ് പഠിക്കുക. ഓപ്ഷണലും ഇതുപോലെ മൊത്തം പഠിക്കാനുള്ളതിനെ 400 days ഡിവൈഡ് ചെയ്ത് അതിൻ്റെ, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് 40 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്കറിയാം 10 ദിവസം കൂടുമ്പോഴാണ് ഒരു ചാപ്റ്റർ പഠിച്ച് തീരേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ദിവസത്തേക്ക് എത്ര പോരെ പഠിക്കണം, ഒരു ചാപ്റ്ററിന് എത്ര പോരെ പഠിക്കണം എന്ന് തീരുമാനിച്ച് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി റിവിഷന്റെ കേസ് വരുമ്പോൾ, അന്നേ ദിവസം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും അന്നേ ദിവസം റിവിഷൻ ചെയ്യണം. അതായത് ജനറൽ സ്റ്റഡീസ് ചെയ്യണം, കറണ്ട് അഫെയർസ് ചെയ്യണം, ഓപ്ഷണൽ റിവിഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി പ്രാക്ടീസിന്റെ കേസ് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കടമ്പയാണ് പ്രിലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്കറിയാം ജനറൽ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ CSAT ഉണ്ട്. അപ്പോൾ CSATൻ്റെ പ്രാക്ടീസും ചെയ്യണം. ഒരു ഡെയിലി ഒരു ന്യൂമറിക്കൽ, ഒരു അനലിറ്റിക്കൽ, ഒരു കോംപ്രഹെൻഷൻ ചെയ്താൽ മതി. അതായത് ഒരു CSATൻ്റെ 3 ചോദ്യങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജനറൽ സ്റ്റഡീസിൻ്റെ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമ്മൾ പഠിച്ച സ്റ്റാറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ
കറണ്ട് അഫെയർസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു ഡെയിലി 5 സ്റ്റാറ്റിക്, 5 കറണ്ട് അഫെയർസ്, 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എവിടെ നിന്നാണ് സ്റ്റാറ്റിക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുക, എവിടെ നിന്നാണ് കറണ്ട് അഫെയർസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുക, എവിടെ നിന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുക. കാരണം ഓൾറെഡി അവൈലബിൾ ആണ്. സോ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കിട്ടും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും ജനറൽ സ്റ്റഡീസും കറണ്ട് അഫെയർസും ഓപ്ഷണലും പഠിക്കുക. അത് ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഒരു ദിവസം പഠിക്കുക എന്നുള്ളത് നമുക്ക് 300 ഡേയ്സ് അവൈലബിൾ ആണെന്നുള്ള അസ്യൂം ചെയ്യുക. എന്നിട്ട് കുറച്ചായിട്ട് പഠിക്കുക. അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ ഡെയിലി നിങ്ങൾ CSAT പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ജനറൽ സ്റ്റഡീസും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. കാരണം CSAT ഇപ്പോൾ ടഫായി വരുവാണ്. സോ നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുന്നത് അത്ര ഒരു നല്ല ഐഡിയ അല്ല. തുടക്കത്തിൽ തന്നെ നമ്മളതിനെ മെല്ലെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഡെയിലി പഠിക്കേണ്ട, ഡെയിലി റിവിഷൻ ചെയ്യേണ്ട, ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം മനസ്സിലായി. സോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ജനറൽ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടി ഒരു 3 hours വേണം. കറണ്ട് അഫെയർസ് പഠിക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ വേണം. ഓപ്ഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു 1 hour ഒരു ദിവസം. സോ ഇത് 3ഉം റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂർ വേണം. സോ ഈ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മണിക്കൂർ വേണം. സോ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ടൈം നിങ്ങൾക്ക് ഡെയിലി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെയിലി നിങ്ങൾക്ക് 7 to 8 hours ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 2025 എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡെയിലി പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീക്കിലി നോക്കുമ്പോൾ, അതായത് വീക്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ദിവസമാണ് നമ്മളുടെ ഒരു പഠിക്കേണ്ട ദിവസം. 7th ഡേ എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി റിവിഷൻ ഡേ ആണ്. അപ്പോൾ ഈ ഒരു ആഴ്ച പഠിച്ച മൊത്തം കാര്യങ്ങളെയും നമ്മൾ വീക്ക്ലി റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ദിവസമാണ് നമ്മൾ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുള്ളത്. മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ഒരു 2 ചോദ്യങ്ങൾ നമ്മൾ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിംഗ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ എസ്സേയും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതൊരു മന്ത്ലി ഒരു എസ്സേ, 4 ആഴ്ച കൂടുമ്പോൾ മന്ത്ലി ഒരു എസ്സേ എങ്കിലും മിനിമം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മളുടെ ഒരു 300 ഡേയ്സിൻ്റെ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 300 ഡേയ്സ് ആണെന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് 44 വീക്സ് ആണെന്ന് പറയാൻ പറ്റും. സോ 44 into 2 ഏകദേശം 88 ജനറൽ സ്റ്റഡീസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതിയിടണം. ആൻസർ റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 88 ആൻസേഴ്സ് സഫീഷ്യൻ്റ് ആണ്. ഒരു 10 എസ്സേസും നിങ്ങൾ മിനിമം എഴുതിയിട്ടുണ്ടാവും. സോ എസ്സേ റൈറ്റിംഗും അത്യാവശ്യം കൺട്രോളിലേക്ക് വന്നിട്ടുണ്ടാവും. സോ ഇതാണ് വീക്ക്ലി റിവിഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി നമ്മൾ 2 വീക്സിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഓരോ 2 വീക്സിലും ഈ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് എക്സാമിന് ആവശ്യമായിട്ട് വരിക. സോ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കണം. അതാണ് റിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിവിഷൻ എന്ന് പറയുന്ന ഒരു ചടങ്ങല്ല. അത് നമ്മൾ ആക്ച്വലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാക്ടീസും നമ്മൾ ചെയ്യണം. അത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു, മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് പറഞ്ഞു. അടുത്തതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന്. പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എന്താ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ആയിട്ട് പറയുകയാണ് വേണ്ടല്ലേ. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്കത് വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം വേണ്ടതായിട്ടുണ്ട്. സോ അത് നിങ്ങൾ വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുകയും വേണം. അതിന് വേണ്ടിയിട്ട് പറഞ്ഞ് മറ്റുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നിങ്ങൾ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ സിലബസ് പ്രകാരമുള്ള മൊത്തം കണ്ടന്റുകൾ പഠിക്കുന്നുണ്ട് 300 ദിവസം കൊണ്ട്. അതെല്ലാം റിവിഷൻ ചെയ്ത് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് UPSC ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും പേഴ്സണാലിറ്റി ടെസ്റ്റിനും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2025 എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും എന്നുള്ളതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. സോ എൻ്റെ ഈ 100% വിശ്വാസത്തെ ഞാനൊരു പ്രോഗ്രാമായിട്ട് ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു 2025 എക്സാം ക്ലിയർ ചെയ്യണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡെയിലി ടാർഗറ്റുകൾ തന്ന് ഡെയിലി നമ്മൾ പഠിക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, വീക്ക്ലി റിവിഷൻ ചെയ്യുക, വീക്ക്ലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഈ മൊത്തം സ്ട്രാറ്റജി അല്ലെങ്കിൽ മൊത്തം കണ്ടന്റ് നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ, ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ 2 പ്രോഗ്രാമുകൾ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. ഒന്ന്, നിങ്ങൾ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കൺസെപ്റ്റിൻ്റെ മേലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്കണോമി, പൊളിറ്റി തുടങ്ങിയുള്ള സബ്ജക്റ്റുകളുടെ മേലെ നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേംസ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രോഗ്രാം എടുക്കാവുന്നതാണ്. അതേസമയത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉൾപ്പെടെ വേണം എന്നുണ്ടെങ്കിൽ ജേംസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് രണ്ടും ഒരു മെൻറ്റർഷിപ്പ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. ഓക്കെ, മെൻറ്റർഷിപ്പ് ഓറിയൻറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ
ഡെയിലി പഠിക്കുക, ഡെയിലി റിവിഷൻ ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആണ്, ടയറിംഗ് ആണ്. സോ ആൾക്കാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പോവുക. ആദ്യത്തെ 3 ദിവസം പോവും, 4ാമത്തെ ദിവസം പോവില്ല. സോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് വേണം, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം, നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ കൂടെ വേണം. സോ ഈ ഒരു പ്രോഗ്രാമിൽ, ഈ 2 പ്രോഗ്രാമിലും ഇവിടെ നിങ്ങളുടെ മെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സോ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, നിങ്ങളെ ഡെയിലി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഡെയിലി നിങ്ങളുടെ ടാർഗറ്റുകൾ മോണിറ്റർ ചെയ്യും. നിങ്ങൾ കറക്റ്റായിട്ട് ഡെയിലി പഠിച്ച കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ, ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങൾ എനിക്ക് വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടായിരിക്കും ഈ പ്രിപ്പറേഷൻ പോകുന്നതായിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മൾ 1-to-1 ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ, നമ്മൾ 1-to-1 ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. സോ അതിൽ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, അതായത് എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻറ്റും ഞാനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവിടെ ആൻസർ റൈറ്റിങ്ങിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ പറഞ്ഞു തരും. അതേപോലെ തന്നെ എസ്സേയുടെ റിവ്യൂ, അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ ഡിസ്കഷൻസ് പ്രോഗ്രാമുകൾ നടത്തും പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. സോ എല്ലാ ഡെയിലി ഡിസ്കഷൻസ് ഉണ്ടാവും. ആ ഡിസ്കഷൻസിൽ നിങ്ങൾ നിർബന്ധമായും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. സോ ഡിസ്കഷനിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുക എന്നുള്ളത്, എങ്ങനെയാണ് നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതിന് മേലെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരും. അതായത് 2025 സിവിൽ സർവീസ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ 2025 സിവിൽ സർവീസ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കും. സോ അതിനുള്ള എല്ലാ എഫേർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ 2025 എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ വില്ലിംഗ് ആണ്, നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ ഇവിടെ ഒരു കൺസേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള സ്ലോട്ട്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലിമിറ്റഡ് ആണ്. കാരണം എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിനെ എടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ ഡെയിലി മോണിറ്റർ ചെയ്യാനോ അവരുമായിട്ട് മെൻറ്റർഷിപ്പ് സെഷൻസ് നടത്താനോ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ഒരു ബാച്ചിൽ, അതായത് ഇപ്പോൾ എടുക്കുന്നത് ഈ ഒരു മെയ് മാസത്തിലെ ബാച്ചാണ്. സോ മെയ് ബാച്ചിൽ ഞാൻ ആകെ 10 സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുകയുള്ളൂ. ഓക്കെ, ആകെ 10 സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുകയുള്ളൂ. സോ ആ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് എടുക്കുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് എടുക്കുക. അപ്പോൾ ആദ്യം എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ എടുക്കുക. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്നെ കോൺടാക്ട് ചെയ്യും. ഓർത്ത് വെക്കുക, കോൺടാക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാൻ എടുക്കത്തില്ല. ഓക്കെ, അതിനുശേഷം ഞാൻ ഒരു 1-to-1 സെഷൻ രജിസ്റ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നോട് താല്പര്യമുണ്ടെന്ന് പറയുന്ന ആളുമായിട്ട് ഒരു 1-to-1 സെഷൻ വെക്കും. നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ റെഡിയാണ്, നിങ്ങൾ അതിന് ക്യാപ്പബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെ എൻറോൾ ചെയ്യിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സെഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ, അത് ജേംസ് ക്ലബ് ആയിക്കോട്ടെ, ജേംസ് പ്ലസ് ആയിക്കോട്ടെ, ജോയിൻ ചെയ്യുന്നത് കൊണ്ട് ഒരു ഔട്ട്കം മാത്രമേ ഉണ്ടാവാൻ പോകുന്നുള്ളൂ. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2025 എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഞാൻ എൻഷ്യൂർ ചെയ്യും. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ വില്ലിംഗ് ആയാൽ മതി. ഞാൻ പറയുന്നത് പോലെ പഠിക്കാനും ഫോളോ ചെയ്യാനും റെഡി ആയാൽ മതി. ഓക്കെ, അതിന് നിങ്ങൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് തരും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. സോ ഈ 2 ക്രൈറ്റീരിയയിലൂടെ മാത്രമാണ് ഞാൻ ആൾക്കാരെ എടുക്കുക. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ്. അതായത് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് ആദ്യം ഞാൻ 1-to-1 മെൻറ്റർഷിപ്പ് സെഷൻ കൊടുക്കും. സോ അവർ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ, അവർ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പോവും. ആദ്യത്തെ 10 പേർക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു സെഷൻ കൊടുക്കുന്നതായിട്ടുള്ളത്. സോ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അത്രയും സീരിയസ് ആയിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, ഡെഡിക്കേറ്റ് ചെയ്യാൻ റെഡിയാണ്, 2025 എക്സാം അറ്റ് എനി കോസ്റ്റ് ക്ലിയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊരു പറ്റിപ്പോ പരിപാടികളൊന്നുമല്ല. നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ തരും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നതായിട്ടുള്ളത്. സോ ഇതിൻ്റെ ഫീസ് ആയിരിക്കും നിങ്ങളുടെ കൺസേൺ ഉണ്ടാവുക. ജേംസ് ക്ലബിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12,000 രൂപയാണ്. ബിക്കോസ് ഇതിൽ ക്ലാസ്സസ് വരുന്നില്ല. അതേസമയത്ത് ജേംസ് പ്ലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30,000 റുപ്പീസ് ആണ്. സോ നിങ്ങൾ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ തരാൻ വേണ്ടി പറ്റും. സോ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ 1-to-1 മെൻറ്റർഷിപ്പിൻ്റെ സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ 1 ടൈം ആയിട്ട് 12,000 അടക്കണം എന്നില്ല, അല്ലെങ്കിൽ 1 ടൈം 30,000 അടക്കണം എന്നില്ല. ഞാൻ ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻസ് തരും. പക്ഷേ ഞാൻ നിങ്ങളോട് സംസാരിച്ച് എനിക്ക് കൺവിൻസിങ് ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ഓപ്ഷനിലേക്ക് പോകുള്ളൂ. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്, 2025 എക്സാം ക്ലിയർ ചെയ്യാൻ റെഡിയാണ്, വില്ലിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ 2 പേരും, നിങ്ങൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ പഠിക്കുന്നതിന് കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് തരും, നിങ്ങൾ പഠിച്ചതിൻ്റെ റിസൾട്ട് എനിക്ക് അയച്ചു തരും. സോ നമ്മൾ ഡെയിലി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ 300 ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാസമാണ്, ലോങ് ഡ്യൂറേഷൻ ആണ്, വലിയ
വലിയൊരു ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടി പോകും. സോ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ബട്ട് ലിമിറ്റ് ഓർത്ത് വെക്കുക, ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ മെയ് ബാച്ചിൽ ഞാൻ 10 പേരെ മാത്രമേ എടുക്കുകയുള്ളൂ. സോ ആ 10 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നമ്പർ തരാം. അപ്പോൾ ആ നമ്പറിലേക്ക് എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട്, ഏത് പ്രോഗ്രാമിലാണ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. അതിനുശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഒരു 1-to-1 സെഷൻ ഇതുപോലെ ഷെഡ്യൂൾ ചെയ്യും. അതിൽ നമ്മൾ 1-to-1 സെഷനിൽ ഏകദേശം 1 hour നമ്മൾ സംസാരിക്കും. എനിക്ക് നിങ്ങൾ കൺവിൻസിങ് ആണ്, നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡിയാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മണി. ഇത് പൈസയെ കുറിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് കമ്മിറ്റ്മെന്റ്. നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സോ ഞാൻ വളരെ ചൂസി ആയിട്ട് മാത്രമേ ആൾക്കാരെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറഞ്ഞാൽ 6238529059 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഗ്രാം. ഏത് പ്രോഗ്രാമാണ്, ജെയിംസ് ക്ലബ് ആണോ ജെയിംസ് പ്ലസ് ആണോ എന്നുള്ളത് പറയുക. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാനതിന് റിപ്ലൈ ചെയ്യും. ഞാൻ നിങ്ങളോട് ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യും. ഓർത്ത് വെക്കുക, എനിക്ക് മെസ്സേജസ് കുറേ വരും. സോ എനിക്ക് 1 by 1 ആയിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ 1 by 1 ആയിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അയച്ചു തരും. അതിനുശേഷം നമ്മൾ 1-to-1 സെഷൻ മീറ്റ് ചെയ്യും. 1-to-1 സെഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്തിട്ട് എൻറോൾമെൻറ്റിലേക്ക് കടക്കുക. സോ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അതായത് സിവിൽ സർവീസ് എക്സാം 2025 ക്ലിയർ ചെയ്യണമെന്ന് അതിഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബിക്കോസ് വൺസ് യു എൻറോൾ, നിങ്ങൾ സിവിൽ സർവീസ് എക്സാം വിജയിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തും, നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡെയിലി എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ. സോ ഇത്രയും വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണ് ഞാൻ തരുന്നതായിട്ടുള്ളത്. സോ ആ കമ്മിറ്റ്മെൻറ്റ് ഞാൻ തരുമ്പോൾ അതിന് എത്രമാത്രം സീരിയസ്നെസ് ഉണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി വർക്ക്. ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ബോറിംഗ് ആണ്, ടയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രം എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത്, എന്താണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡെയിലി നിങ്ങളോട് പറഞ്ഞു തരും. സോ നിങ്ങൾക്കത് സ്മൂത്തായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു ടാസ്ക് മാത്രമാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഞാൻ ഫൈനലി പറയുകയാണ്, നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ഇതുവരെ കണ്ടു നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അതിനുവേണ്ടി എഫേർട്ട് എടുക്കാൻ റെഡിയാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ 6 to 8 hours ഒരു ഡേ അലോട്ട് ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, ഏത് പ്രോഗ്രാമിലാണ് ഇൻട്രസ്റ്റഡ് എന്ന് ചോദിച്ചിട്ട്. സോ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് ആൻഡ് വി വിൽ ഡിസൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് അടുത്ത പ്രാവശ്യത്തെ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവാണ് ഈ വീഡിയോ കാണുന്നതിൽ. അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.